നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു വാക്കിനെക്കുറിച്ചാണ് ഇന്നത്തെ കൗൺസിലിംഗ് ടോക്കിൽ നമ്മൾ കേൾക്കാൻ പോവുക. ജീവിതത്തിൽ വിജയിക്കുവാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക വാക്ക്. ജീവിതത്തിൽ വളർന്ന എല്ലാവരും, ജീവിതത്തിൽ കൈവരിച്ച എല്ലാവരും ആ വാക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്താണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. ആസ്ക്, ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നിങ്ങൾ ചോദിക്കുക. 4 കാര്യങ്ങളാണ് ചോദിക്കുക. 4 കാര്യങ്ങൾ നമുക്കറിയാം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും എന്നുള്ള വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുവാൻ വേണ്ടി, ആവശ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ആ കാര്യം നന്നാകാനും സാധ്യതയുണ്ട്, പാളിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാതെ അങ്ങനെ നിന്നു പോകാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവർ തരുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളെ മെച്ചപ്പെടുത്തുവാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. ഞാനിപ്പോഴായിരിക്കുന്ന ഈ കാര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് എനിക്ക് ആ കാര്യങ്ങൾ കൂടുതലായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഹയർ സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ അധ്യാപകരോട് പോയി ചോദിക്കുമായിരുന്നു ഏത് കാര്യമാണ് ശരിയാക്കേണ്ടത്, ഏത് കാര്യമാണ് കൂടുതലായി പഠിക്കേണ്ടത്, ഏത് കാര്യമാണ് കൂടുതലായി ക്ലിയർ ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും വളർത്തുകയും ചെയ്യും. രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ടുന്നത് അവസരങ്ങളാണ്. നമ്മൾ ആൾക്കാരോട് പോയി അവസരങ്ങൾ ചോദിക്കണം. എന്നാൽ നിറയെ പേർ അവസരങ്ങൾ ചോദിക്കുവാൻ വിമുഖരാണ്. അവർ വിചാരിക്കുന്നത് ഞാൻ അവസരം ചോദിക്കുമ്പോൾ അവരെന്നെ തെറ്റിദ്ധരിക്കും, എനിക്കൊരു പക്ഷേ അവസരം തരാതിരിക്കും. അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെന്ന്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കഴിവുണ്ട്. ആ കഴിവുണ്ടെന്ന് മറ്റുള്ളവരെങ്ങനെ അറിയും? നിങ്ങൾ പറയാതെ മറ്റുള്ളവർ പലപ്പോഴും അറിയണമെന്നില്ല. നിങ്ങൾ പ്രശസ്തനായ ഒരാളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ സാധാരണ ഇതുവരെയും മറ്റുള്ളവർക്ക് അധികം പേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ, നിങ്ങൾ ആവശ്യപ്പെടാതെ, സാർ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു സാധ്യത തരുമോ എന്ന് ചോദിക്കാതെ അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അവസരം ചോദിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. ഒരു അവസരം അടയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധ്യത അടയുമ്പോൾ 1000 സാധ്യത ദൈവം തുറക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ദൈവം തുറക്കുന്ന സാധ്യതകളെ നമ്മൾ പോയി കണ്ടുപിടിക്കണം. സാധ്യതകൾ, അവസരങ്ങൾ ഇങ്ങോട്ട് വന്ന് പലപ്പോഴും നമ്മളെ വിളിക്കാറ്. വളരെ അപൂർവമായ അവസരങ്ങൾ ജീവിതത്തിൽ വരാറുള്ളൂ എന്ന ചൊല്ല് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ നമ്മൾ തേടി ചെന്നാൽ നമ്മുടെ മുൻപിൽ ആയിരക്കണക്കിന് അവസരങ്ങൾ തുറന്നു വരുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവസരം ചോദിക്കുന്ന ആളിന് മാത്രമേ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് നിങ്ങൾ ചോദിക്കേണ്ടുന്നത് അവസരങ്ങളാണ്. മൂന്നാമത് നിങ്ങൾ ചോദിക്കേണ്ടുന്നത് അവരുടെ ആശയങ്ങളാണ്. മറ്റുള്ളവർക്ക് ഒരുപാട് ആശയങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല ആശയങ്ങളുള്ള ഒരുപാട് പേരെ നിങ്ങളുടെ ചുറ്റുപാടും കാണുവാൻ സാധിക്കും. അവർ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതോ, അല്ലെങ്കിൽ വേണ്ട ഇനി അത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നതോ ആയ ഒരുപാട് ആശയങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഈ വിഷയമായി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ അവരുടെ ആശയങ്ങൾ, എനിക്ക് വേണ്ടി നിങ്ങൾ ആശയങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നിറയെ പേർ സന്തോഷത്തോടു കൂടെ പുതിയ ആശയങ്ങൾ, നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുവഴി ആ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ, നിങ്ങൾക്ക് അനുയോജ്യമായ ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് വളരുവാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് ഉപദേശങ്ങളാണ്. പലപ്പോഴും ഉപദേശം കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല, ഉപദേശിയെന്ന് കളിയാക്കാർ പോലുമുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ ശരിയായ ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്, ശരിയായ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്, ശരിയായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിതം മാറ്റി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്കും വളർച്ചയിലേക്കും കടക്കുക. അപ്പോൾ ജീവിത വിജയത്തിന് ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഉപദേശം. അങ്ങോട്ട് പോയി ചോദിക്കണം, എനിക്ക് ഉപദേശം തരാൻ പറയണം. ചിലപ്പോൾ അവർ പറയില്ലായിരിക്കും, കുറച്ച് പേർ പറയുമായിരിക്കും. എന്തായിരുന്നാലും നല്ല ഉപദേശങ്ങൾ. ഉപദേശത്തിന് മറ്റൊരു ഇടം എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലുള്ള യൂട്യൂബോ അതുപോലുള്ള ഒരുപാട് ഇടങ്ങളിൽ നിങ്ങൾക്ക് പുതിയ ഉപദേശങ്ങളും ആശയങ്ങളും കിട്ടും. അവിടെ എല്ലാം പോയി ചോദിക്കുക, അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, ആൾക്കാരോട് ചോദിക്കുക. അനുഭവമുള്ള, ജീവിതത്തിൽ പരിചയമുള്ള, നിങ്ങളുടെ മേഖലകൾ നല്ല താലന്തുള്ള, അറിവുള്ള ആൾക്കാരോടൊക്കെ പോയി ഉപദേശങ്ങൾ ചോദിക്കുക. അതൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. ഈ മാന്ത്രവാക്ക് ഒരിക്കലും മറക്കരുത്. ചോദിക്കുക. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.